Hi students, welcome back. Today we are going to discuss condition for constructive and destructive interference. Expression for intensity at any point in interference pattern. Suppose the displacement of two light waves from two coherent sources S1 and S2 at the point P on the observation screen at any time t is given by y1 is equal to a sin omega t, y2 is equal to a2 sin omega t plus y1 is equal to a1 sin omega t, y2 is equal to a2 sin omega t plus phi. Then we should add y is equal to y1 plus y2. Then a1 sin omega t plus a2 sin omega t plus phi. Then a1 sin omega t plus a2 into, this is sin of a plus b, sin a cos b plus cos a sin b, cos a sin b. Then a1 sin omega t plus, we should open the bracket, then a2 sin omega t cos phi plus a2 cos omega t sin phi. Okay, then a1 sin omega t plus a2 sin omega t cos phi. ഇതിൽ നമുക്ക് sin omega t ഔട്ട്സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് a1 plus a2 cos phi, a1 plus a2 cos phi into sin omega t plus cos omega t into sin phi a2. Then a1 plus a2 cos phiക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ എ കോസ് തീറ്റ എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ എ കോസ് തീറ്റ. a1 plus a2 cos phiക്ക് പകരം ക്യാപിറ്റൽ എ കോസ് തീറ്റ കൊടുത്തു ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പിന്നെ a2 സൈൻ ഫൈക്ക് പകരം എ സൈൻ തീറ്റ കൊടുത്തു. അപ്പോൾ എ സൈൻ തീറ്റ കോസ് ഒമേഗ ടി കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. a1 plus a2 കോസ് ഫൈക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ എ കോസ് തീറ്റയും പിന്നെ a2 സൈൻ ഫൈക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ എ സൈൻ തീറ്റയും കൊടുത്തു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി, ക്യാപിറ്റൽ എ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ തീറ്റ ഇൻറ്റു a2 സൈൻ ഫൈ മീൻസ് ദാറ്റ് ഈസ് എ സൈൻ തീറ്റ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ തീറ്റ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ. മനസ്സിലായല്ലോ, കാരണം ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് എഴുതി. ഇനി നമുക്ക് നമ്മൾ മുമ്പേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ഓർമ്മയുണ്ടോ? a1 plus a2 കോസ് ഫൈക്ക് പകരം നമ്മൾ എ കോസ് തീറ്റയെന്നും a2 സൈൻ ഫൈക്ക് പകരം നമ്മൾ എ സൈൻ തീറ്റയെന്ന് കൊടുത്തു. ഈ രണ്ട് ഇക്വേഷനും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് a1 plus a2 കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് a2 സൈൻ ഫൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു ഇതും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സോ വി ഷുഡ് റൈറ്റ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ദെൻ നെക്സ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. a1 plus a2 കോസ് ഫൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ, a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈയും ഇവിടെ a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഉണ്ട്. അപ്പോൾ നമ്മൾ a2 സ്ക്വയർ ഔട്ട് സൈഡിലേക്ക് എടുത്ത് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് എഴുതി. പിന്നെ ഇവിടെ 2a1 a2 കോസ് ഫൈ കറക്റ്റ് അല്ലേ. അപ്പോൾ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് 2a1 a2 കോസ് ഫൈ, 2a1 a2 കോസ് ഫൈ, 2a1 a2 കോസ് ഫൈ കണ്ടല്ലോ. എന്നിട്ട് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ മീൻസ് ദാറ്റ് ഈസ് 1 പ്ലസ് 2a1 a2 കോസ് ഫൈ. ഓക്കെ, ഇവിടെ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ വി ഷുഡ് റൈറ്റ് ദെയർ എ സ്ക്വയർ ദാറ്റ് ഈസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായല്ലോ അല്ലേ. y ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ തീറ്റ കോസ് ഒമേഗ ടി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ മുമ്പേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ഓർമ്മയുണ്ടോ? a1 plus a2 കോസ് ഫൈ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, a2 സൈൻ ഫൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റയാണ്. ഇത് രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇത് a1 സ്ക്വയർ എന്ന് വരും, ഇത് a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ വരും. അപ്പോൾ ഇവിടെ ഒരു a2 സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഉണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ചെടുത്തപ്പോൾ a2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ മീൻസ് ഇത് 1 ആയിട്ട് വരും. പിന്നെ 2a1 a2 കോസ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് 1 ആണ്. അപ്പോൾ നമുക്ക് a സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ a സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ എന്ന് കിട്ടി. ബട്ട് ഇൻറ്റൻസിറ്റി ഓൺ എ വേവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്.
So I is equal to Ka square, I1 is equal to Ka1 square, I2 is equal to Ka2 square. I is equal to intensity of a wave is directly proportional amplitude square. So I is equal to intensity is directly മാറ്റാനായിട്ട് Ka square, I1 is equal to Ka1 square, I2 is equal to Ka2 square. K is a proportionality constant. So Ka square is equal to Ka1 square plus Ka2 square plus 2 into root of Ka1. A1 means A1 is equal to root of Ka1. Root of K into A1 into root of Ka2 into cos phi. Okay. Then I is equal to, this is I1, this is I2, this is 2 into this root of I1, I2 cos phi. Okay. അപ്പോൾ നമ്മൾ Ka square plus Ka1 square plus Ka2 square plus 2 in root K A1 root K of A2 cos phi കിട്ടിയല്ലോ. അപ്പോൾ Ka1 square I1 I2 plus 2 root of I1 I2 cos phi. This equation gives the total intensity at a point where the phase difference is phi. Here I1, I2 are the intensities which two individual sources produce on their own. The total intensity is also containing a third term. 2 in the root of I1, I2 cos phi, it is called interference term. ഇതിനാണ് interference term എന്ന് പറയും. 2 in the root of I1, I2 cos phi is called interference term. The next constructive interference. The resultant intensity at the point P will be maximum when cos phi is equal to 1. Then phi is equal to cos phi is equal to 1 means cos 0 is equal to 1. 0, 2 pi and 4 pi. So phi is equal to 0, 2 pi, 4 pi. Since a phase difference of 2 pi corresponds to a path difference of lambda. Phase difference 2 pi ക്കാണ് path difference lambda വരുന്നത്. Therefore, P is the path difference between the two superposing waves. Then 2 pi P by lambda is equal to 0, 2 pi, 4 pi, etc. Okay. This is the phase difference. 2 pi P by lambda means that is the phase difference. P is the path difference. This is the phase difference. 2 pi P by lambda is equal to 0. So 2 pi P by lambda is equal to 0. So P is equal to 0. 2 pi P by lambda is equal to 0, then P is equal to 0. 2 pi P by lambda is equal to 2 pi, then we can cancel this 2 pi and 2 pi, then P is equal to lambda. Then 2 pi P by lambda is equal to 4 pi, then we can cancel this 4 pi and 2 pi, then we will get here 2, then P is equal to 2 lambda. Okay, etc. That is equal to n lambda. Then the condition for constructive interference is the resultant intensity at a point is maximum and the phase difference between these two superposing waves is an even multiple of pi. And path difference is an integral multiple of lambda. This is the phase difference. Phase difference is an even multiple of pi and path difference is an integral multiple of lambda. Correct ആയിട്ട് പഠിച്ചിട്ട് this is the condition for constructive interference. Destructive interference. The resultant intensity at the point P will be minimum when cos phi is equal to minus 1. Cos phi is equal to minus 1 means phi is equal to pi, 3 pi, 5 pi, etc. So same like that, 2 pi P by lambda is equal to pi, 3 pi, 5 pi, etc. Okay, then P is equal to, അതുപോലെ തന്നെ 2 pi P by lambda is equal to pi, then P is equal to lambda by 2. Here 3 lambda by 2, here 5 lambda by 2, that is equal to 2n minus 1 lambda by 2. The resultant intensity point is minimum when the phase difference between the two superposing waves is an odd multiple of pi and the path difference is an odd multiple of lambda by 2. This is the condition for destructive interference. Correct ആയിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസിൻ്റെ കണ്ടീഷനും. Okay, the next coherent and incoherent sources. Coherent sources. Two sources of light which continuously emit light waves of same frequency or same wavelength with zero or constant phase difference between them.
They are called coherent sources. Two sources of light which continuously emit light waves of the same frequency or wavelength with a zero or constant phase difference between them. They are called coherent sources. Two sources of light which do not emit light waves with a constant phase difference are called incoherent sources. Okay, coherent incoherent sources നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. Condition for obtaining two coherent sources of light. Two sources of light must be obtained from a single source by some method. കണ്ടോ? Condition for obtaining two coherent sources of light. The two sources of light must be obtained from a single source. Single source ൽ നിന്നായിരിക്കണം ലൈറ്റ് കിട്ടേണ്ടത്. By some method. The two sources must give monochromatic light ആയിരിക്കണം. The path difference between the waves arriving on the screen from the two sources must not be large. Path difference large ആകാൻ പാടില്ല. Okay, the two sources of light must be obtained from a single source by some method. The two sources must give monochromatic light. The path difference between the waves arriving on the screen from the two sources must not be large. Theory of interference fringes, fringe width. Expression for fringe width in double slit experiment. Suppose a narrow slit S is illuminated by a monochromatic light of wavelength lambda. അപ്പോൾ നമ്മുടെ മോണോക്രോമാറ്റിക് ലൈറ്റ് അതിൻ്റെ വേവ് ലെന്ത് ലാംഡയാണ്. ആ ലാംഡ വെച്ചിട്ട് നമ്മൾ ഈ നാരോ സ്ലിറ്റ് എസ് എന്ന് പറയുന്ന സ്ലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലിമിനേറ്റ് ചെയ്യുന്നു. സപ്പോസ് എ നാരോ സ്ലിറ്റ് എസ് ഈസ് ഇലിമിനേറ്റഡ് ബൈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് ലാംഡ. S1, S2 are the two narrow slit at equal distance from S. എസ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് നാരോ സ്ലിറ്റാണ് S1 ആൻഡ് S2 എന്ന് പറയുന്നത്. ഓക്കെ, S1 and S2 are the two narrow slits at equal distance from S. Being derived from the same parent source S, the slit S1 and S2 act as two coherent sources. അപ്പോൾ ഈ S1ഉം S2ഉം two coherent source ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു നാരോ സ്ലിറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇലിമിനേറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് ലാംഡ. S1 ആൻഡ് S2 എന്ന് പറയുന്നത് ടു നാരോ സ്ലിറ്റ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എസ്. പിന്നെ S1 S2 മീൻസ് ദാറ്റ് ആർ ആക്ട് ആസ് ടു കൊഹിയറൻറ്റ് സോഴ്സസ്. S1ഉം S2ഉം തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന സ്മോൾ ഡി ഡിസ്റ്റൻസ്, സ്മോൾ ഡി ആയിരിക്കും ഇവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്മോൾ ഡി. Interference fringes are obtained on the screen placed at distance d from the source S1 and S2. S1 and S2വിൽ നിന്ന് ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് അകലെയാണ് നമ്മളൊരു സ്ക്രീൻ വെച്ചിരിക്കുന്നത്. ഈ സ്ക്രീനിലാണ് ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് അകലെ സ്ക്രീനിലാണ് നമുക്ക് ഇൻ്റർഫിയറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. കൺസിഡർ എ പോയിന്റ് പി, ദാറ്റ് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ O. ദി നേച്ചർ ഓഫ് interference at the point P depends on the path difference ആണ്. Path difference means that is S2P minus S1P ആണ്. So P is equal to S2P minus S1P. ഇനി നമുക്ക് S2P എന്താണ് S1P എന്താണെന്ന് കാണണം. S2P കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. S2BP എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് അവിടത്തിൽ നിന്ന് S2P എടുക്കുക. S2P സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, S2B സ്ക്വയർ പ്ലസ് PB സ്ക്വയർ മൈനസ് S1P എന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് എടുക്കുക. കണ്ടോ? അപ്പോൾ S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു S1A സ്ക്വയർ പ്ലസ് PA സ്ക്വയർ. കണ്ടല്ലോ? ഇനി S2B എന്താ? S2B മീൻസ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി സ്ക്വയർ പ്ലസ് PB എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആണ് നമുക്കറിയാം. ഇത് D/2 ആണ്. ഇത് ടോട്ടൽ D അല്ലേ? ഇത് D ആയതുകൊണ്ട് ഇത് D ആയിരിക്കും. അപ്പോൾ ഇത് D/2. അപ്പോൾ എക്സ് പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ മൈനസ് S1A സ്ക്വയർ മീൻസ് S1A മീൻസ് ദാറ്റ് ഈസ് D, ക്യാപിറ്റൽ D സ്ക്വയർ പ്ലസ് PA മീൻസ് ദീസ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ എക്സ്, അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എക്സ് മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം നമ്മുടെ S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് D/2 ദ ഹോൾ സ്ക്വയർ മൈനസ് D സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് D/2 ദ ഹോൾ സ്ക്വയർ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയറിന് പകരം നമ്മൾ A പ്ലസ് B ഇൻറ്റു A മൈനസ് B കൊടുത്തു. അപ്പോൾ നമുക്ക് S2P മൈനസ് S1P ഇൻറ്റു S2P പ്ലസ് S1P എന്ന് കിട്ടി. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു. D സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് D സ്ക്വയർ ബൈ 4
പ്ലസ് 2xd/2 മൈനസ് അതുപോലെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന d² - x² - d²/4 പ്ലസ് 2xd/2. ഈ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ d² - d² ക്യാൻസൽ, x² - x² ക്യാൻസൽ, ദെൻ d²/4 - d²/4 ക്യാൻസൽ. പിന്നെ നമുക്ക് കിട്ടുന്ന xd പ്ലസ് xd മീൻസ് ദാറ്റ് ഈസ് 2xd. സോ S2p മൈനസ് S1p ഇൻറ്റു S2p പ്ലസ് S1p ഈസ് ഈക്വൾ 2xd എന്നാണ് കിട്ടിയത്. അപ്പോൾ S2p മൈനസ് S1p ഈസ് ഈക്വൾ ടു 2xd ഡിവൈഡ് ബൈ S2p പ്ലസ് S1p എന്ന് കിട്ടി. ഓക്കെ, കറക്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ദ പോയിന്റ് P ലൈസ് വെരി ക്ലോസ് ടു O ആണെങ്കിൽ നമുക്ക് S1pക്കും S2pക്കും പകരം D എന്നെടുക്കാം. അപ്പം നമ്മുടെ പോയിന്റ് P ഇല്ലേ, ഈ പോയിന്റ് P എന്ന് പറയുന്നത് വളരെ ക്ലോസ് ടു O ആണെങ്കിൽ നമുക്ക് S1p എന്ന് പറയുന്നതും ഈ പോയിന്റ് P ഈ ഓയുടെ അടുത്താണെങ്കിൽ S1pയും S2pയും എന്തായിരിക്കും, ക്യാപിറ്റൽ D ആയിരിക്കും. ഓക്കെ, ആ കണ്ടീഷനാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് S2p മൈനസ് S1p ദാറ്റ് ഈസ് 2xd ഡിവൈഡ് ബൈ S2p പ്ലസ് S1p ആണ്. ഇത് രണ്ടും വളരെ അടുത്താണെങ്കിൽ S1pക്കും S2pക്കും നമുക്ക് ക്യാപിറ്റൽ D എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്ത് ഡിഫറൻസ് P ഈസ് ഈക്വൽ S2p മൈനസ് S1p ഈസ് 2xd ഡിവൈഡ് ബൈ D പ്ലസ് D ദാറ്റ് ഈസ് 2D. സോ P ഈസ് ഈക്വൽ ടു xd ഡിവൈഡഡ് ബൈ D. കറക്റ്റായിട്ട് പഠിക്കണം. പാത്ത് ഡിഫറൻസ് xd ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് P ഈസ് ഈക്വൽ ടു xd ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു n ലാംഡ എന്നല്ലേ നമ്മൾ പഠിച്ചത് കുറച്ച് മുമ്പ്, n ലാംഡ. അപ്പോൾ x ഈസ് ഈക്വൽ ടു n capital D lambda divided by small d. n is equal to 0, 1, 2, 3, etc. The position for various bright fringes are n is equal to 0 ആണെങ്കിൽ n ന് 0, 1, 2, 3 അല്ലേ 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് x0 is equal to 0 എന്ന് കിട്ടും. ഇതാണ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. n is equal to 1 എന്ന് പറയുമ്പോൾ x1 is equal to n ന് 1 കൊടുക്കുക. d lambda divided by that is the first bright fringe. n is equal to 2 that is x2. ഇവിടെ 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് 2d ലാംഡ ഡിവൈഡ് ബൈ സ്മോൾ d സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പം നമുക്ക് n n കൊടുത്താൽ നമുക്ക് n ക്യാപിറ്റൽ D ലാംഡ ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ദ nth ബ്രൈറ്റ് ഫ്രിഞ്ചസ്. കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസിൻ്റെ കണ്ടീഷൻ കിട്ടി. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ചസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് P ഈസ് ഈക്വൽ ടു x സ്മോൾ d ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D ദാറ്റ് ഈസ് ഈക്വൽ ടു 2n - 1 ലാംഡ ബൈ 2 നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2n - 1 ലാംഡ, പിന്നെ ഈ d ഇപ്പുറത്തേക്ക് വരും. ഇപ്പം d ലാംഡ ഡിവൈഡഡ് ബൈ 2d വേറെ n ഈസ് ഈക്വൽ ടു 1, 2, 3 ആണ്. മുമ്പത്തെ കൂടെ തന്നെ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് കാണാൻ വേണ്ടി n ന് 1 ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കണ്ട ക്യാപിറ്റൽ D ലാംഡ ഡിവൈഡ് ബൈ 2d എന്ന് കിട്ടി. സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് കാണാൻ വേണ്ടി n ന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ലാംഡ d ഡിവൈഡ് ബൈ 2d 3/2 ക്യാപിറ്റൽ D ലാംഡ ഡിവൈഡ് ബൈ d എന്ന് കിട്ടും. General equation 2n - 1 capital D lambda divided by 2 that is the nth dark fringes. Okay. ഇനി ഇത് സെൻട്രൽ പോയിന്റ് O, നമ്മുടെ സ്ക്രീനിലെ സെൻട്രൽ പോയിന്റ് O ഈസ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം S1 ആൻഡ് S2. ദി പാത്ത് ഡിഫറൻസ് P4 is 0. There will be a bright fringe at the center O. But as we move from O upwards or downwards, alternate dark and bright fringes are formed. ഈ O എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ S1ഉം S2വിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് Oയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെയായിരിക്കും സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നത്. ഈ ഭാഗത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഫോം ചെയ്യും. മുകളിലേക്കും താഴേക്കും പോകുന്നത് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഫോം ചെയ്യും. ഓക്കെ. But as we move from the O upwards or downwards, alternate dark and bright fringes are formed. In fringe width, it is the separation between two successive bright or dark fringe. സക്സസീവ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചിന് ഇടയ്ക്കുള്ള ആ സെപ്പറേഷനിൽ അതിനാണ് നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് എ ഡാർക്ക് ഫ്രിഞ്ച് കാണണമെങ്കിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കണ്ടാൽ മതി. കറക്റ്റ് അല്ലേ? നോക്ക് സ്ക്രീനിൽ കണ്ടോ, ഇത് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, ഇത് ഡാർക്ക് ഫ്രിഞ്ചസ്, ഇത് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കാണാൻ വേണ്ടി ഇതിൻ്റെയും കണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് എടുത്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടും. കറക്റ്റ് അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ഡാർക്ക് ഫ്രിഞ്ച് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ച് ദാറ്റ് xn - xn - 1.
xn we know n capital D lambda divided by small d. Here n minus 1 capital D lambda divided by small d. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ക്യാൻസൽ കളയുമ്പോൾ നമുക്ക് ഡി ലാംഡ ഡിവൈഡ് ബൈ സ്മോൾ ഡി കിട്ടും. വിഡ്ത്ത് ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് കാണാൻ വേണ്ടി അതുപോലെ തന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ച് കണ്ടാൽ മതി. അപ്പോൾ എക്സ് ഡാഷ് എൻ മൈനസ് എക്സ് ഡാഷ് എൻ മൈനസ് 1 വരും. അപ്പോൾ 2n മൈനസ് 1 ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡ് ബൈ 2d മൈനസ് ഇത് 2n മൈനസ് 1. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് കാണാൻ വേണ്ടി 2 ഇൻറ്റു കണ്ട ഇത് എന്താണ്, അപ്പോൾ ഇവിടെ n മൈനസ് 1 കൊടുക്കുക. 2 ഇൻറ്റു n മൈനസ് 1 മൈനസ് 1 ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ ഡി ലാംഡ ഡിവൈഡ് ബൈ 2d ഈക്വൽ ഡി ലാംഡ ഡിവൈഡ് ബൈ. ഇത് മനസ്സിലായില്ലേ? വിഡ്ത്ത് ഓഫ് എ ഡാർക്ക് ഫ്രിഞ്ച് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഇത് എക്സ് എൻ ആണെന്ന് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചസും ഇത് എക്സ് എൻ മൈനസ് 1 ആണ്. എക്സ് എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ എന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? n മൈനസ് 1 ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. കണ്ടോ? ഈ എക്സ് എൻ എന്ന് പറഞ്ഞാൽ n ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണെങ്കിൽ ഇത് എക്സ് എൻ മൈനസ് 1. അപ്പോൾ ഈ എന്നിന് പകരം n മൈനസ് 1 ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡ് ബൈ സ്മോൾ ഡി. ഇത് ഓപ്പൺ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് വിഡ്ത്താണ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ഡാർക്ക് ഫ്രിഞ്ചസ്. ഡാർക്ക് ഫ്രിഞ്ച് എക്സ് ഡാഷ് എൻ മൈനസ് എക്സ് ഡാഷ് എൻ മൈനസ് 1. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ 2n മൈനസ് 1 ഡി ലാംഡ ഡിവൈഡ് ബൈ 2d ഇതിൻ്റെത്. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ എന്നിൻ്റെ അടുക്ക് ഇത് എന്തിൻ്റെയാണ്? എന്നിൻ്റെത്. അപ്പോൾ ഇവിടെ n മൈനസ് 1 കൊടുക്കുക. അപ്പോൾ എന്ത് 2 ഇൻറ്റു n മൈനസ് 1 ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡ് ബൈ 2d. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇടുന്ന ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും ബോത്ത് ദ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആർ ഓഫ് ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. Hence, the expression for fringe width in Young's double slit experiment can be written as beta. That is the fringe width. Beta is equal to capital D lambda divided by small d. As beta is independent of n, therefore all the fringes are of equal width. In the case of light, lambda is extremely small. Capital D should be much larger than small d, so that the fringe width beta may be appreciable and hence observable. കണ്ടോ? In the case of light, lambda is extremely small. Capital D should be much larger than small d, so that the fringe width beta may be appreciable and hence observable. ഇതാണ് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ കണ്ട എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചസിനും അതുപോലെ തന്നെ ഡാർക്ക് ഫ്രിഞ്ചസിനും സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എല്ലാം ഈക്വൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഈക്വൽ ഇൻറ്റൻസിറ്റി ഇതാണ് കണ്ടോ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ്. ഇത് ഡാർക്ക് ബ്രൈറ്റ് ഇങ്ങനെ പോകും. കണ്ടോ? ഡാർക്ക് ബ്രൈറ്റ് എല്ലാം സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഗ്രാഫും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി സ്പീഡ് എടുത്തത് കാരണം നിങ്ങൾക്ക് എക്സാമിനുള്ളത് കൊണ്ടാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. Okay guys, the remaining topic we will take in the next class. Okay, bye.